അപ്പം നമ്മൾ ഇന്ന് 10 മിനിറ്റ് കൊണ്ട് നല്ലൊരു അടിപൊളി ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വലിയൊരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അപ്പം ഇതിന് തൊട്ട് മുന്നേ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ അത് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ചെറിയ കറുത്ത പൊടികളൊക്കെ അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ വലിയൊരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തീ ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ചെറിയൊരു സവാള കൂടെ കൊത്തി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ചെറിയ സ്ക്വയർ പീസസായി അരിഞ്ഞെടുത്തതാണ്. സവാളയുടെ അളവൊക്കെ വളരെ കുറച്ച് മതി. വലിയ സവാളയാണെങ്കിൽ ഒരു സവാളയുടെ പകുതി മതിയാകും. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കൂടെ ചേർക്കണം. സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷനാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റുക. തീ ഹൈ ഫ്ലെയിമിലാണ്. അപ്പോൾ കൈ വെക്കാതെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ഞാനൊരു ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഒരു 3-4 ബീൻസ്, അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ്, ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സ്ക്വയർ പീസസായി കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് മുൻകൂട്ടി അരിഞ്ഞ് വെച്ച് നമ്മുടെ റൈസും ഒന്ന് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്തത് 1 ടീസ്പൂണ് പഞ്ചസാരയാണ്. അത് നമ്മുടെ ഈ വെജിറ്റബിൾസിൻ്റെ കളറൊന്നും മങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് വഴറ്റി കഴിഞ്ഞു. നമ്മുടെ വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് കുക്കാവുന്ന വെജിറ്റബിൾസാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെന്തടിയൊന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ ഞാൻ റൈസ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അതുകൊണ്ട് വെജിറ്റബിൾസിലേക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പിട്ടാൽ മതിയാകും. ഉപ്പ് എല്ലാ വെജിറ്റബിൾസിലും എത്തുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാം റെഡിയാക്കി വെച്ച് കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറാതെ നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കരിഞ്ഞൊന്നും പോകാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് അരി ഞാൻ കുക്ക് ചെയ്ത് വെച്ചതാണ്. ജീര റൈസാണ്. ഓയിൽ ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ റൈസ് വെക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതൊക്കെ ഞാൻ ആദ്യമേ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും റൈസും ഒക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുട്ട ചിക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. മുട്ട ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിൽ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ചിക്കി എടുത്തിട്ടേ ഉള്ളൂ. അതിൽ ഉപ്പോ കുരുമുളകോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുകൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞു. നല്ല രീതിയിൽ വെജിറ്റബിൾസും റൈസും എഗ്ഗും ഒക്കെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് സോയാ സോസ് കൂടെ ചേർക്കണം. സോയ സോസാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് തരുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏതാണ്ട് നമ്മളെ വെജിറ്റബിൾസും റൈസും ഒക്കെ ഒരു ഈക്വൽ ക്വാണ്ടിറ്റിയിലായിരിക്കണം. ഒരുപാട് വെജിറ്റബിൾസ് കൂടിപ്പോകാനും പാടില്ല, എന്നാൽ റൈസിൻ്റെ അളവ് കൂടാനും പാടില്ല. ഇനി ഞാൻ കുറച്ച് ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളകാണ് ചേർത്തത്. ഇത് നമ്മൾ റൈസ് ചേർക്കുന്നതിന് മുന്നേ ചേർക്കണമായിരുന്നു. ഞാനത് വിട്ടുപോയി. അപ്പോൾ ഞാനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ചേർത്താലും ഇപ്പം ഞാൻ അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഫ്രൈഡ് റൈസ് വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതിപ്പോൾ സൈഡ് ഡിഷൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കുന്നത്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് കുറച്ച് കെച്ചപ്പും കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് തന്നെയാണ്. റൈസ് ഒന്ന് കുക്ക് ചെയ്ത് വെക്കുക, അതുപോലെ മുട്ട ചിക്കി വെക്കുക, വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ റെഡി ആണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കഴിക്കാൻ പോകുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ നമുക്കിത് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നിങ്ങൾ ഇതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഈ വീഡിയോ എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് രൂപ്സ്.